ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻട്രേഡർ. സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെ ഈസിയായി ട്രേഡ് എടുക്കാം, അതിൽ പ്രോപ്പർ എൻട്രിയും എക്സിറ്റും ഫേക്ക് ആയിട്ട് പോകുന്ന അപ്പ് ഡൗൺസും തിരിച്ചറിഞ്ഞ് ആക്യുറേറ്റ് ആയിട്ട് ട്രേഡ് എങ്ങനെ കണ്ടെത്താം. അതേപോലെ ചില സ്റ്റോക്കുകളിലൊക്കെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് വെച്ചാൽ നമുക്ക് ഹ്യൂജ് റിട്ടേൺസ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഇൻട്രാഡേക്കും അതേപോലെ പൊസിഷനിലും, അതായത് നമുക്ക് ഒരാഴ്ചയ്ക്കോളം ഹോൾഡ് ചെയ്ത് വെച്ചിട്ടൊക്കെ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന സ്റ്റോക്കാണ്. അതിൽ 3 സ്റ്റോക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ BL, BHEL അതേപോലെ HEL ഈ 3 സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച BL നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് മാർക്കറ്റ് ഡൗൺ ആണ്. പക്ഷേ ഇന്നലെയൊക്കെ നല്ലൊരു എൻട്രി, ഇതിന് മുമ്പ് നമുക്ക് ഒരാഴ്ചയോളം നമുക്ക് ഹോൾഡ് ചെയ്ത് വെച്ച് നല്ല റിട്ടേൺസ് എടുത്ത സ്റ്റോക്ക് തന്നെയാണ്. അതേപോലെ BHEL നോക്കുകയാണെങ്കിൽ BHEL നമുക്ക് 30 പെർഫോമൻസ് നോക്കിയാൽ കഴിഞ്ഞ ആഴ്ചകളിൽ നല്ല റിട്ടേൺസ് ആയിരുന്നു. അപ്പോൾ നന്നായിട്ട് ഇപ്പോൾ 2 ദിവസമായിട്ട് മാർക്കറ്റ് പിന്നെയും ബൈ കയറിയിട്ടുണ്ട്, നല്ല റിട്ടേൺ വന്നിട്ടുണ്ട്. ഇപ്പോൾ മാർക്കറ്റ് പിന്നെ രണ്ടാമത് ഇൻട്രാഡേക്ക് നോക്കുകയാണെങ്കിലും നമുക്ക് പൊസിഷൻ നോക്കുകയാണെങ്കിൽ നല്ല റിട്ടേൺസ് എടുക്കാൻ പറ്റുന്ന സ്റ്റോക്ക് തന്നെയാണ്. അതേപോലെ തന്നെ HEL പെർഫോമൻസ് നോക്കിയാൽ HEL കഴിഞ്ഞ ആഴ്ചകളിൽ നല്ല റിട്ടേൺസ് ആയിരുന്നു. കഴിഞ്ഞ ആഴ്ചത്തെ പെർഫോമൻസ് നോക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് വന്ന 8ാം തീയതി വന്ന സിഗ്നൽസിന് ടോട്ടൽ 125 പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്. വൺ സൈഡ് മൊമെന്റ് തന്നെയായിരുന്നു. 2-3-4 ദിവസമായി മാർക്കറ്റ് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതിനു മുമ്പും നമുക്ക് ഇൻട്രാഡേക്ക് ആണെങ്കിലും നമുക്ക് പൊസിഷനിലാണെങ്കിൽ നല്ല റിട്ടേൺസ് എടുത്ത സ്റ്റോക്ക് തന്നെയാണിത്. അപ്പോൾ ഇതേപോലെ ഒരുപാട് സ്റ്റോക്കുകളുണ്ട്. അപ്പോൾ നമ്മുടെ ഐഷർ മോട്ടോഴ്സ് അതേപോലെ തന്നെ ഇതുപോലത്തെ ഒരുപാട് സ്റ്റോക്കുകൾ നമുക്ക് ഹ്യൂജ് റിട്ടേൺസ് എടുക്കാൻ പറ്റും. അതിൽ ഹോൾഡ് ചെയ്ത് നല്ല റിട്ടേൺസ് എടുക്കാൻ പറ്റും. അതേപോലെ ഇൻട്രാഡേക്കും വെക്കാൻ പൊസിഷൻ പറ്റിയ സ്റ്റോക്കുകളാണ്. അപ്പോൾ ഇതുപോലത്തെ സ്റ്റോക്കുകൾ എങ്ങനെ കണ്ടുപിടിക്കാം, ഇതിൽ പെർഫോമൻസ് അതായത് കറക്റ്റ് ടൈമിൽ ബ്രേക്ക്ഔട്ട് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് ഞാൻ ഇന്ന് കാണിച്ചു തന്നാൽ. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ സോഫ്റ്റ്വെയർ സ്കാനർ ട്രെൻഡിങ്സ്, അതായത് നമുക്ക് വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകളുടെ ട്രെൻഡ് മനസ്സിലാക്കാൻ വളരെ ഈസി ആയിട്ട് സാധിക്കുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ നമുക്ക് എല്ലാ സ്റ്റോക്കുകളും കൂടെ ഒന്നിച്ച് നോക്കണം. നമുക്ക് ട്രെൻഡിങ് സ്റ്റോക്കുകൾ വാച്ച് ലിസ്റ്റ് നമുക്ക് ഈ സ്കാനറിൽ നിന്ന് കണ്ടെത്താം. അപ്പോൾ ആ കറക്റ്റ് ടൈമിൽ നമുക്ക് ബ്രേക്ക്ഔട്ട് പോകുന്ന സ്റ്റോക്കുകൾ പിടിച്ചെടുക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ്. ഇപ്പോൾ എങ്ങനെ വർക്ക് ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് ഇപ്പോൾ BHEL നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഇപ്പോൾ ഇന്നത്തെ മാർക്കറ്റിന് കഴിഞ്ഞ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് 2 ദിവസമായിട്ട് നമുക്ക് ബൈ തന്നെ പോകുമായിരുന്നു. നമുക്ക് 2 ദിവസമല്ല, കുറച്ച് ദിവസമായിട്ട് ബൈ തന്നെയാണ്. ഇപ്പോൾ ഇന്നലെ വന്ന ഇൻട്രാഡേക്ക് 5 മിനിറ്റ്സ് ആണ് നമ്മൾ വെക്കുന്നത്. ഇൻട്രാഡേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് മോർണിംഗിൽ മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ കഴിഞ്ഞ ദിവസം ക്ലോസിംഗിൽ വന്ന ബൈയുടെ കണ്ടിന്യൂഷൻ പോയി. മോർണിംഗിൽ തന്നെ റെസിസ്റ്റൻസ് കട്ട് ചെയ്ത് കയറുമായിരുന്നു. അതിന് സെല്ല് തന്നെങ്കിലും താഴത്തെ കൺഫർമേഷൻ ബാർ റെഡാണെങ്കിലും ക്യാൻഡിൽ കളർ റെഡോ അതേപോലെ താഴത്തെ ലെവലും, അതായത് ഒരു സിഗ്നൽസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ട്രേഡ് എടുക്കുന്നതിന് ക്യാൻഡിലിന്റെ കളർ, അതായത് നമുക്ക് സെല്ല് വരുന്ന സമയത്ത് ക്യാൻഡിൽ കളറും താഴത്തെ കൺഫർമേഷൻ ബാർ രണ്ടും ഒന്നിച്ച് വരണം. ഇപ്പം ഇവിടെ സെല്ല് വന്ന സമയത്ത് ഇവിടെ കൺഫേം ആയിരുന്നില്ല. താഴെ നോക്കുകയാണെങ്കിൽ താഴെ അവിടെ റെഡ് വന്നെങ്കിലും ഈ ക്യാൻഡിൽ കളർ അതുമായിട്ട് ജോയിന്റ് ആയിട്ടില്ല. അതുകൊണ്ട് ട്രേഡ് അവിടെ ഇല്ല, സെല്ല് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് വന്ന ബൈസിക്കിൽ 249 വന്നു. ആ ബൈസിക്കിൽ നിന്ന് 227 എടുത്ത ട്രേഡ് ഇപ്പം 2 പോയിന്റോളം അപ്രോക്സിമേറ്റ് കയറി നിൽക്കുന്ന മാർക്കറ്റ് ഇപ്പം 228 നിൽക്കുന്നത്. അപ്രോക്സിമേറ്റ് നമുക്ക് 2 പോയിന്റോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ വർക്കൗട്ട് ചെയ്യാം ഈ സ്ട്രാറ്റജി ലൈവിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ BLന്റെ പെർഫോമൻസ് ഇന്ന് നോക്കി കഴിഞ്ഞാൽ ഇന്ന് മോർണിംഗിൽ മാർക്കറ്റ് കഴിഞ്ഞ ദിവസം വന്ന ബൈയുടെ കണ്ടിന്യൂഷൻ പോയിട്ട് പിന്നെ സെല്ല് മാർക്കറ്റിൽ ലാസ്റ്റ് 12 മണിയോടുകൂടി സെൽസിക്കിൽ തന്നു. അതിൻ്റെ എൻട്രി പോയിന്റും താഴെ 3 ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ നോക്കുകയാണെങ്കിൽ 3 പോയിന്റും ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ പോയ അത്ര ബൈ പോയിട്ടില്ല, എന്നാലും ഇറങ്ങുമ്പോൾ 2 പോയിന്റോളം നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്, റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. എന്നാൽ നല്ല ഹ്യൂജ് റിട്ടേൺസ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും പ്രോഫിറ്റബിൾ ആയിരുന്നു. അതേപോലെ തന്നെ HELന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ HEL ഇൻട്രാഡേക്ക് നോക്കുകയാണെങ്കിൽ മോർണിംഗിൽ പെർഫോമൻസ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ബൈയുടെ കണ്ടിന്യൂഷൻ പോയിട്ട് മോർണിംഗിൽ ബ്രേക്ക്ഔട്ട് പോയത് ഈ റേഞ്ചിൽ നിന്നാണ്. അത് കഴിഞ്ഞ ദിവസം കണ്ടിന്യൂഷൻ പോകുമ്പോൾ തിരിച്ച് മാർക്കറ്റ് ഇറങ്ങാൻ നോക്കി കയറിയതാണ് ഇവിടുന്ന്. ഇപ്പോൾ ഇവിടുന്ന് ട്രേഡ് എടുക്കാമായിരുന്നു, അവിടെ നല്ല രീതിയിൽ കയറിയിട്ടുണ്ട്. സെല്ലെന്ന് ഒരുപാട് ഇറങ്ങിയിട്ടില്ല, എന്നാൽ ചെറിയൊരു കൺഫർമേഷൻ വന്നതിന് ശേഷം ഒരുപാട് ഇറങ്ങാതെ മാർക്കറ്റ് തിരിച്ച് കയറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു ബൈ വന്നിട്ടുണ്ടെങ്കിലും അവിടെ ഇപ്പോൾ കാണിക്കുന്ന ക്യാൻഡിൽ കളർ ബ്ലൂ ആണ്, അതേപോലെ താഴെ ഗ്രീനും ഉണ്ട്. പക്ഷേ 2 കളറും ഓക്കെയാണ്, ഗ്രീനും വന്നിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം നമ്മുടെ ക്യാൻഡിൽ റിമെയിൻ അതായത് ബ്ലൂ കളറിലേക്ക് വരുന്നതുകൊണ്ട് നമുക്ക് ആ ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ എക്സിറ്റ് അടിക്കാം. നമുക്ക് എക്സിറ്റ് ലെവലിന് വേണ്ടിയിട്ടാണ് ഈ എക്സ്ട്രാ കളർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ്. നമുക്ക് സൈഡ് വേസ് എക്സ്ട്രാ കളറിലൂടെ കാണിച്ചു തരും. നമുക്കൊരു ട്രേഡ് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ കണ്ടിന്യൂഷൻ മാർക്കറ്റിന് അടുത്ത ട്രേഡ് ഇവിടെ എടുക്കണം, നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റും. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യാം. സോഫ്റ്റ് വർക്ക് ചെയ്യുന്ന മെത്തേഡ് ലൈവായിട്ട് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യും.